എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് BSA എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളെയാണ്. 75 വർഷം പഴക്കമുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ വളരെ കംഫർട്ടബിളായിട്ട് ഇപ്പോഴും ആ വാഹനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിളായിട്ടുള്ള ഈ ഒരു വാഹനം വളരെ സുഖകരമായ ഒരു യാത്രയാണ് നമുക്ക് തരുന്നത്. BSA എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ BSAയുടെ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും BSA മോട്ടോർ സൈക്കിൾ ഉണ്ടെന്നുള്ളത് ഈ ചുരുങ്ങിയ കാലയളവിലാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊരു വിൻറ്റേജ് ബൈക്കാണ്. 75 വർഷം പഴക്കമുള്ള ഒരു ബൈക്കാണ്. സോഷ്യൽ മീഡിയ ഇത്രയും കൂടി വ്യാപിച്ചതോടുകൂടിയാണ് ഇതുപോലെയുള്ള വിൻറ്റേജ് ബൈക്കുകൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത്. കാരണം ഇത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലല്ല എടുത്തിരിക്കുന്നത്. എന്നാലും ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം. ആയിരത്തി 1945 മുതൽ 1959 വരെ നിർമ്മിച്ച വിശ്വാസ്യതയ്ക്കും വൈവിധ്യത്തിനും പേരുകേട്ട ഒരു ക്ലാസിക് ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിളാണ് BSA B31 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. 348 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിന് വരുന്നത്. കൂടാതെ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും പ്ലഞ്ചർ റിയർ സസ്പെൻഷനും തുടങ്ങിയവ സവിശേഷതകളും ഇതിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓൺ റോഡിനും ഓഫ് റോഡിനും വളരെ അനുയോജ്യമായ ഒരു മോഡലായിരുന്നു ഈ B31 എന്ന് പറയുന്നത്. അന്നത്തെ കാലത്തൊരു ജനപ്രിയ മോഡലായിരുന്നു ഈ വാഹനം. ഇതിന് ഹോഴ്സ് പവർ വരുന്നത് 17 bhp ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 70 mph ആണ്. മൈൽ പെർ ഹവർ എന്നാണ്. ഏകദേശം നമ്മുടെ കിലോമീറ്റർ സ്പീഡ് പറയുവാണെങ്കിൽ 112 കിലോമീറ്റർ സ്പീഡായിരിക്കും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. 1956 മുതൽ ഇതിൻ്റെ സിംഗ്യാം വേർഷനും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് ഫ്രണ്ടിൽ 8 ഇഞ്ചും റിയർ വരുന്നത് 7 ഇഞ്ചുമാണ്. അതുപോലെ തന്നെ 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ക്ലച്ച് വരുന്നത് ഡ്രൈ ക്ലച്ചാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വീല് വരുന്നത് 19 ഇഞ്ചാണ്. 3/25/19 ടയറാണ് ഇതിന് വരുന്നത്. ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ബുള്ളറ്റിൻ്റെ അതേ മോഡൽ ടയർ തന്നെയാണ് ഇതിന് വരുന്നത്. പ്രൊഫൈൽ കൂടിയതല്ല, പ്രൊഫൈൽ കുറഞ്ഞ ടയറുകളാണ് വരുന്നത്. എന്തായാലും നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ ബാറിന് ഡാമ്പറും കൂടിയുണ്ട്. നല്ല അടിപൊളി, നല്ല യാത്രയ്ക്കും ഇത്തിരി സ്പീഡിലൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ഈ ഡാമ്പർ ഉപയോഗിക്കൽ നല്ലതാണ്. ഇതിന് സ്റ്റാർട്ടിങ് വരുന്നത് മാഗ്നറ്റോ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് അഡ്വാൻസ് റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് തണുപ്പുള്ള ഏരിയാസിലൊക്കെ നമുക്ക്
ഇത്തിരി അഡ്വാൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ നമ്മൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയല്ല, നമുക്കൊരു ഇത്തിരി ഹാർഡാണ്. കാരണം അഡ്വാൻസ് റിട്ടേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ബാക്ക് ഫയറിങ്ങിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കൂട്ടി വേണം നമ്മളിത് ഉപയോഗിക്കാൻ. എന്തായാലും ഇതിന് പുഷാർഡ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓവർ ഹെഡ് വാൽവ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം നല്ലൊരു ക്വാളിറ്റി എന്തായാലും ഈ ഒരു വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ 75 വർഷം കഴിഞ്ഞിട്ടും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ഉള്ളവർ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വാഹനം എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളം ജില്ലയിൽ അരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയാണ് ഈ വാഹനം. 2 വർഷം മുമ്പ് എൻ്റെ ഗ്യാരേജിൽ റിപ്പയറിങ്ങിന് വന്നിട്ട് റണ്ണിങ് കണ്ടീഷനാക്കി കൊടുത്തു വിട്ടൊരു വാഹനമാണിത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഗുണങ്ങളോ എന്ത് തന്നെയായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.